ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാനായി പോകുന്നത് റീസെൻ്റ്ലി നമ്മുടെ കാനറ ബാങ്ക് ജോബ് വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയാനായി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ജോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോബല്ല, ടെമ്പററി ജോബാണ്. അതായത് ഇത് അപ്രൻറ്റീസ്ഷിപ്പാണ്. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. അതായത് 1 വർഷത്തേക്കുള്ള ഓൺ ദ ജോബ് ട്രെയിനിങ് ആണിത്. അപ്രൻറ്റീസ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ബാങ്ക് എംപ്ലോയി ആയി കണക്കാക്കപ്പെടുന്നില്ല. പിന്നെ ഇതിന് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. 15,000 രൂപയാണ് ഇതിന് ലഭിക്കുന്ന മാസ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത്. ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് 10,500 രൂപയായിരിക്കും ലഭിക്കുന്നത്. പിന്നീട് അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ് ഷെയർ ഓഫ് സ്റ്റൈപ്പൻഡ് ആയിട്ട് 4,500 രൂപയും അക്കൗണ്ടിൽ ലഭിക്കും. അങ്ങനെ ടോട്ടൽ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് 15,000 രൂപയായിരിക്കും. അപ്പോൾ ആരും ഇതൊരു പെർമനൻറ്റ് ജോബാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ടെമ്പററി ആണ്. 1 ഇയർ മാത്രമായിരിക്കും ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളിതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായി ശ്രമിക്കുക. ആദ്യം തന്നെ നട്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ കാനറ ബാങ്കിൻ്റെ സൈറ്റിൽ കയറി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാനായി സാധിക്കുകയുള്ളൂ. സെപ്റ്റംബർ മാസം 21-ാം തീയതി മുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ മാസം 4-ാം തീയതിയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. നട്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിതിന് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നട്സ് പോർട്ടലിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ആ നട്സ് പോർട്ടലിലെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതുകൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ തന്നെ ഏജ് നോക്കുകയാണെങ്കിൽ മിനിമം 20 വയസ്സ് മുതൽ മാക്സിമം 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഏജ് റിലാക്സേഷൻ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏജ് റിലാക്സേഷൻ ഉള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ കരുതുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ഏത് സ്ഥലത്തേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ മെഡിക്കൽ ഫിറ്റ്നസ്സും നമുക്ക് ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ അയക്കുന്നതിനുള്ള ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിൽ SC ST PWBD കാറ്റഗറിയിലുള്ളവർക്ക് ചാർജ് ഒന്നും തന്നെ ഇല്ല. മറ്റ് കാറ്റഗറിയിലുള്ള എല്ലാവർക്കും 500 രൂപയാണ് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ അടയ്ക്കുന്ന ഫീസ് റീഫണ്ടബിൾ അല്ല എന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് നമ്മുടെ 12th സ്റ്റാൻഡേർഡ് ഓർ ഡിപ്ലോമ എക്സാമിനേഷനിൽ നമുക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് മറ്റ് എക്സാം ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ആപ്ലിക്കേഷൻ അയക്കുന്നതിനായി ആദ്യം തന്നെ നട്സ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം നമ്മുടെ കാനറ ബാങ്കിൻ്റെ സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കുന്നതിനായി നമ്മുടെ കയ്യിൽ ഫോട്ടോ വേണം, സൈൻ വേണം, അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും അതുകൂടാതെ ഒരു ഡിക്ലറേഷൻ, നമ്മുടെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു ഡിക്ലറേഷനും കൂടി എഴുതിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിക്ലറേഷനാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മുടെ കേരളത്തിലെ ഓരോ ഡിസ്ട്രിക്റ്റിലെയും വേക്കൻസീസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം നോക്കി നിങ്ങൾക്ക് ഏത് സ്ഥലത്താണോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലം നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യാൻ താല്പര്യം അവിടെ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതായത് കാനറ ബാങ്കിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ആ പ്രൊസീജിയേഴ്സ് എല്ലാം വായിച്ച് മനസ്സിലാക്കുക, അപ്ലൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്